ഹല്ലേലൂയ. യേശു ജീവിക്കുന്ന, ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. ഈ ദിവസങ്ങൾ ഇവിടെ വരും. ഇവിടെ നമ്മുടെ കൂട്ടായ്മയിൽ ഈശോ വന്ന് ഓരോ വ്യക്തിയെയും കർത്താവ് അന്വേഷിക്കും, ഓരോ വ്യക്തിയെയും കർത്താവ് തൊടും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. വിശ്വസിച്ചാൽ നിനക്ക് അത്ഭുതം കാണുവാനായിട്ട് സാധിക്കും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതാണല്ലോ യോഹന്നാൻ 11:40, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം. എന്ത് വിശ്വസിക്കണം? യേശു ഇന്നും ജീവിക്കുന്നു. അവൻ ദൈവപുത്രനാണ്, അവൻ സർവശക്തനാണ്. അവനിലൂടെ മാത്രമാണ് എല്ലാവരും രക്ഷ പ്രാപിക്കുന്നു. അത് സംശയമില്ലാതെ വിശ്വസിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. കൈകൾ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുന്നു. ആമേൻ. അടുത്ത വലിയൊരു സാക്ഷ്യം കിട്ടുള്ളൂ. വലിയൊരു സാക്ഷ്യം. എൻ്റെ പേര് ജിയ പോൾ. ഞാനും ഭർത്താവും ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. സർവശക്തനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ വലിയ അനുഗ്രഹം ഞങ്ങൾ ദൈവമഹത്വത്തിനായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ എനിക്കൊരു സംഭവം കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൻ്റെ ആരംഭഭാഗത്ത് അങ്കമാലി കൺവെൻഷൻ ഉണ്ടായിരുന്നു. അങ്കമാലി കൺവെൻഷൻ്റെ ഒരു ദിവസം ഇങ്ങനെ ആളുകൾക്കൊരു ഭയങ്കര ജനമായിരുന്നു, വലിയൊരു ജനാവലിയാണ്. ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരു രാത്രി ഒരു 10:30-11 മണിയായപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ ഒരു ഫാമിലി ബാംഗ്ലൂരിൽ നിന്ന് ഓടിയെത്തി. അവർ വച്ചാൽ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക. ഓടി വരുന്ന ഒരു കാര്യം. അപ്പം അവിടെ കയ്യിൽ ഒരു കൊച്ചിനെ ഇങ്ങനെ എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സംഭവമാണിത് അച്ഛൻ വായിക്കാൻ പോകുന്നത്. എൻ്റെ പേര് ജിയ പോൾ. ഞാനും ഭർത്താവും ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. സർവശക്തനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ദൈവം സാക്ഷ്യപ്പെടുന്നു. വിവാഹം കഴിഞ്ഞ് 9 വർഷമായിട്ടും ഞങ്ങൾക്ക് മക്കളുണ്ടാകുന്നില്ല. ലഭിക്കാവുന്ന എല്ലാ ചികിത്സകളും ചെയ്തെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഒടുവിൽ വേഗ പോംവഴി എന്ന നിലയിൽ IVF പരീക്ഷ നോക്കാൻ ഡോക്ടർമാർ ഇൻവെർട്ടർ, അതായത് വേറെ രീതിയിൽ കുഞ്ഞിനെ ജനിപ്പിക്കുന്ന ശാസ്ത്രീയമായ രീതിയിലുള്ള സംഭവം, അത് ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ ദൈവഹിതത്തിനും തിരുസഭയുടെ വിശ്വാസത്തിനും എതിരായതിനാൽ ഒരു കാരണവശാലും IVF ചെയ്യുകയില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. സർവശക്തനായ ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ലെന്ന് ഉറച്ചു വിശ്വസിച്ചു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെയുള്ള എല്ലാവരും ഈ ദിവസങ്ങളിൽ വിശ്വസിക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്ന് കൈയടിച്ച് കരങ്ങൾ ഉയർത്തി ആ മഹത്വപ്പെടുത്തിക്കേ, ആ വചനത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ ഒന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞേ. ദൈവത്തിന് അല്പം കൂടെ ഉച്ചത്തിൽ പറയാമോ? ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഉച്ചത്തിൽ പറഞ്ഞേ. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കടിച്ച് ഒന്നും കൂടെ അടിച്ച് ഇപ്പോൾ അഭിഷേകം കണ്ടിട്ട് നമ്മൾ ചില വചനം കണ്ട് കൈകൾ അടിക്കുന്നറിയോ? ആ വചനത്തെ നമ്മളങ്ങ് ഉയർത്തുകയാണ്, ആ വചനത്തെ അങ്ങ് നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. വചനത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ഉയർത്തുമ്പോൾ ആരെയാണ് ഏറ്റു പറയുന്നത്? യേശുവിനെ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ പറയാണ്. അപ്പോൾ സർവശക്തനായ ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ലെന്ന് ഉറച്ചു വിശ്വസിച്ച് ഞങ്ങൾ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നിരന്തരം പ്രാർത്ഥിക്കാൻ. അങ്ങനെയാണ് ഞങ്ങൾ ജൂലൈ മാസത്തിൽ അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ ആദ്യ ശനിയാഴ്ച കൃപാഭിഷേക കൺവെൻഷനിൽ പങ്കെടുത്താനെത്തിയത്. വചന ശുശ്രൂഷയിലും ദിവ്യകാരുണ്യ ആരാധനയിലും വിശുദ്ധ കുർബാനയിലും ഞങ്ങൾ ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിനും ദിവ്യകാര വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. വന്നിട്ട് പ്രാർത്ഥിച്ചത് ഒരു കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടി. അവർ പറയുകയാണ്, അവസാനം ഞങ്ങൾ അച്ഛൻ തലയ്ക്ക് വെച്ചുള്ള പ്രാർത്ഥന നടത്തുന്ന സമയത്ത് അച്ഛനോട് ഞങ്ങൾ ഇക്കാര്യങ്ങൾ, അച്ഛൻ ഞങ്ങളുടെ ശിരസിൽ ഞങ്ങൾ രണ്ടുപേരുടെയും തലയിൽ കൈവച്ച് ശക്തമായി ബന്ധിച്ച് പ്രാർത്ഥിച്ച ശേഷം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകുമെന്ന് ഈശോ പറയുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ മക്കളെ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഉറപ്പാണ്, യേശുവിൽ വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാൽ അത് അതേപടി സംഭവിക്കും. എൻ്റെ ജീവിതത്തിൽ 10,000-കണക്കിനൊന്നുമല്ല, ലക്ഷക്കണക്കിന് അനുഭവമുണ്ട്. ഈശോയുടെ നാമത്തിൽ പറഞ്ഞു വിട്ടാൽ മതി, അതേപടി സംഭവിക്കും. പക്ഷെ വിശ്വാസം വേണം. ഈശോ ആരാണെന്ന് പറയണം. ഈശോ ഉറക്കെ പറയേ, ഉച്ചത്തിൽ പറഞ്ഞ ഈശോ ആരാണ്? ദൈവ. ഉച്ചത്തിൽ പറഞ്ഞ യേശു ആരാണ്? വലതുകരം എടുത്ത് ഉച്ച, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ബന്ധനം അടിഞ്ഞു പോട്ടെ. അടികട്ടെ അടികട്ടെ അടികട്ടെ. ആമേൻ. ശ്രമത്തിൽ പറഞ്ഞേ യേശുവേ നന്ദി.
ഈ ദൈവിക സന്ദേശം കേട്ട ഞങ്ങൾ വലിയ സന്തോഷത്തോടെ കർത്താവ് നന്ദി പറഞ്ഞ് തുതിച്ചുകൊണ്ടാണ് തിരിച്ചു പോയത്. ഈശോ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ബന്ധനം അഴിച്ചു മാറ്റിയ ദിവസം ആയിരുന്നു അത്. തൊട്ടടുത്ത മാസം തന്നെ പറയണു 9 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഈ കുടുംബം ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം തൊട്ടടുത്ത മാസം തന്നെ അവൾ പറഞ്ഞു, ഞാൻ ഗർഭിണി ആവുകയും ദൈവം എനിക്ക് മിടുക്കനായ ഒരു ആൺകുഞ്ഞിനെ നൽകി കർത്താവ് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തുവെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുക. കരങ്ങളുയർത്തി കൈയടിക്കാമോ മക്കളെ? സ്വയം മാതപ്പെടുത്തിക്കുക. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഉച്ചത്തിൽ പറഞ്ഞേ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈശോയ്ക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഈശോയ്ക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ബൈബിൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ ഒരിക്കലും പഠിച്ചു. അപ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഉറച്ചും വിശ്വസിക്കണം. കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഏത് വിധത്തിൽ അത്ഭുതപ്പെടും. അവിടെ ചിലപ്പോൾ ജീവിത പങ്കാളി മാനസാന്തരപ്പെടാതെ ഭയങ്കര കഠിന ഹൃദയം ആക്കോണെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, അവിടെ ദൈവം പ്രവർത്തിക്കും. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ചിലപ്പോൾ മകൾ മാനസാന്തരപ്പെടാതെ വർഷങ്ങളെടുക്കുന്നുണ്ട്. ആ അസ്വസ്ഥ മാറാൻ വേണ്ടി ശരിക്കും പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നും, അത് വിശ്വാസമാണ്. പക്ഷേ മനുഷ്യന് അസാധ്യം. അതേസമയം ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചിന്തിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. മനുഷ്യന് ഒരുപാട് പരിമിതികളുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. മനുഷ്യൻ്റെ അറിവിന് പരിമിതിയുണ്ട്. അവൻ്റെ വിദ്യാഭ്യാസത്തിന് പരിമിതിയുണ്ട്. കോടിക്കണക്കിന് പണം ഉണ്ടെങ്കിലും മോനെ സുഖപ്പെടുത്താൻ പറ്റില്ല. ഒരു ക്യാൻസർ രോഗിയായ ഭാര്യയെ രക്ഷപ്പെടുത്താൻ പറ്റിയല്ല. എന്തെല്ലാം വിദ്യാഭ്യാസം, പ്രൊഫസറാകാം, ടീച്ചറാകാം, പക്ഷേ സ്വന്തം മോൻ വഴിതെറ്റിപ്പോയാൽ നന്നാക്കാൻ പറ്റിയല്ല. ഒരുപക്ഷെ ഒത്തിരി പേരെ നന്നാക്കാൻ ഈ പ്രൊഫസറിനും അധ്യാപിക്കാൻ പറ്റി, പക്ഷെ സ്വന്തം മകളെ നന്നാക്കാൻ പറ്റിയല്ല. ഒരുപാട് രോഗികളെ സുഖപ്പെടുത്താൻ ചിലർക്ക് പറ്റും. ഈ ദിവസങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പായിരുന്നു എറണാകുളത്ത് വെച്ച് വലിയൊരു മീറ്റിംഗ് നടന്നു. സെൻറ്റ് തെരേസസ് കോളേജിൻ്റെ അവിടുത്തെ കൺവെൻഷൻ ഹാളിൽ വെച്ച് ഡോക്ടേഴ്സിൻ്റെ ഒരു വലിയൊരു മീറ്റിംഗ് നടത്തി. ശ്രീ പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ അണക്കര ധ്യാനകേന്ദ്ര ഒരു ഡോക്ടേഴ്സ് മിനിസ്ട്രി ഉണ്ട്. അവർ 800ഓളം പേര് ഡോക്ടേഴ്സും അവിടെ കുടുംബാംഗങ്ങളും കൂടി 800ഓളം പേര് അവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ വന്നു. ഭയങ്കര. പക്ഷേ ഞാൻ കണ്ട് അത് ഡോക്ടർമാർ എത്ര രോഗികളായ രോഗികൾ അവർക്ക് നോക്കി അവരെത്ര രോഗികളെ സുഖപ്പെടുത്തിയിട്ടുള്ളവരാണ്, എത്ര പേര് രക്ഷപ്പെടുത്തിയിട്ടുള്ളവരാണ്. പക്ഷേ അവർക്കൊരു രോഗം വന്നിട്ട് അവരിങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ക്യൂ ആയിട്ട് വന്നിട്ട് മുഴുവൻ അവർ മണിക്കൂറുകൾ നിന്ന് കഷ്ടപ്പെട്ടു. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വന്നു, ബോംബെയിൽ നിന്ന് വന്നു, ഒത്തിരി ദൂരെ നിന്ന് മംഗലാപുരത്ത് ഒക്കെ രോഗികളായ അവർ വരിക. അവരുടെ വീട്ടിലെ മകൾക്ക് രോഗം, മകൻ്റെ രോഗം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒത്തിരി രോഗശാന്തി ഉണ്ട്, ഒരുപാട് ഹീലിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ഡോക്ടർ പറയായിരുന്നു, അച്ഛാ അത് ഒരു പിറ്റേ ദിവസം എനിക്ക് അയച്ചു തന്ന അവരുടെ മകന് ഡിപ്രഷൻ രോഗം മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നു കുറേ നാളുകളായിട്ട്. അവന് ഡിപ്രഷൻ രോഗം, അവൻ മാനസിക രോഗിയായിപ്പോയി. അന്ന് അച്ഛൻ തലേക്ക് വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം മുതൽ അത്ഭുതകരമായ സൗഖ്യം അവന് സംഭവിച്ചുവെന്ന് ഡോക്ടർ സ്വന്തം മകന് കിട്ടിയ സൗഖ്യത്തെ ഏറ്റു പറഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട് ആയിരക്കണക്കിന് ഡോക്ടർമാർ ചങ്കുപൊട്ടി യേശുവിനെ വിളിക്കുന്നത്. അവർക്കറിയാം മരുന്ന് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. മരുന്നിന് പരിമിതികളുണ്ട്. ലോകത്തിലെ മരുന്നുകളൊന്നും നമ്മളെ രക്ഷപ്പെടുത്തിയല്ല. പണമുണ്ടോന്നുകൊണ്ട് ജീവിതത്തിലെല്ലാം സന്തോഷം നേടാൻ പറ്റിയല്ല, നേട്ടങ്ങൾ കൊയ്യാൻ പറ്റിയല്ല. ഹല്ലേലൂയ. ഒരിക്കലും ഒരു നിരീശ്വരവാദി അപ്പൻ എൻ്റെ അടുത്ത് വരികയാണ്. അപ്പം വന്നിട്ട് എൻ്റെ അടുത്ത് മുട്ടുകുത്ര ഒറ്റ കരച്ചില്ല. ഈ മനുഷ്യൻ എനിക്കറിയാവുന്ന ഒരു സ്കൂളിലെ ടീച്ചറൊക്കെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര നിരീശ്വരവാദം പറഞ്ഞിങ്ങനെ കുട്ടികളെല്ലാം വഴിതെറ്റിയ മനുഷ്യനാണ്. നാട്ടിലൊക്കെ പ്രസംഗിച്ചു നടന്ന മനുഷ്യനാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൊച്ചുമായിട്ടാണ്. മകൻ്റെ കൊച്ചിന് 4 വയസ്സോ 5 വയസ്സോ പ്രായമുണ്ട്. കൊച്ചിന് കേൾവിയില്ല, സംസാരശേഷിയില്ല. ജന്മന ഉണ്ട് ഒരു കുറവാണ്. അപ്പോൾ ഇദ്ദേഹം ബുദ്ധി യുക്തി എല്ലാം നോക്കിയിട്ട് അപ്പോൾ ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, നീ അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക. പ്രൈസ് അച്ഛൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോ എൻ്റെ അടുത്ത് കൊണ്ടുവരും. ഞാൻ കണ്ടുപാട് ഞാൻ സാറ് കരഞ്ഞുകൊണ്ട് പാവം മനുഷ്യനാണ്, നിരീശ്വരവാദിയാണെങ്കിലും ആൾ നിഷ്കളങ്കനായ മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വാസം പോയി. അപ്പോൾ പക്ഷേ ഇദ്ദേഹം വന്നിട്ട് മുട്ടുകുത്തി കരയാം, അച്ഛാ എനിക്ക് ഇപ്പം അച്ഛൻ പ്രാർത്ഥിക്കുക, എൻ്റെ മകൻ്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ കുഞ്ഞിന് ഇങ്ങനെ കുഴപ്പമുണ്ടോ അച്ഛൻ. സർവ്വ പറഞ്ഞ ഹല്ലേലൂയ. അതേ മക്കളെ, നിരീശ്വരവാദിക്ക് പോലും അറിയാം ദൈവം എന്നൊരാളുണ്ട്. ആ ദൈവം നോക്കിയാലേ ഈ പ്രശ്നം മാറുള്ളൂ.
നിന്റെ കുടുംബത്തിലെ ചില തകർച്ചകൾ അത് മാറ്റാൻ ദൈവത്തിന് പറ്റും. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം വിദേശ രാജ്യത്ത് വെച്ചാണ് ഒരു കുടുംബം എന്നോട് അവർ ഉണ്ടായ വലിയൊരു അനുഭവം അവർ പറയായിരുന്നു. അപ്പനും അമ്മയും അവരുടെ കുടുംബങ്ങൾ എല്ലാണ്ട് കൂടി, അപ്പനും ചെറുപ്പക്കാരാണ്, അവർ എല്ലാണ്ട് കൂടി ധ്യാനത്തിന് വന്നു. അപ്പോൾ ഈ അപ്പൻ്റെ അമ്മ അവരുടെ കുഞ്ഞിന് 4 വയസ്സ് പ്രായമുണ്ട്. ആ കൊച്ച് ഓട്ടിസമാണ്. ഓട്ടിസം വെച്ച് കഴിഞ്ഞാൽ കൊച്ച് കംപ്ലീറ്റ് അപ്പൻ്റെ അമ്മയുടെയും കൺട്രോളിൽ നിന്ന് പോയി. കൊച്ച് വേറൊരു ലോകത്താണ്. 2 വയസ്സുള്ള കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല, നോർമൽ കുട്ടി, നല്ല കുട്ടി. 2 വയസ്സായപ്പോൾ അതിൻ്റെ സ്വഭാവം കംപ്ലീറ്റ്, അവർ പറയുന്നത് കോൺസെൻട്രേഷൻ മാറി, സംസാരം മാറി, അവനവൻ്റെ ലോകത്തേക്ക് മാറി, അവൻ വേറൊരു സ്വഭാവം. അപ്പോൾ അവരാകെ തകർന്നു പോയി. ഇവർ ഞങ്ങളുടെ ജീവൻ തകർന്നു വന്നു. പിന്നെ ഇവർ ചികിത്സ ഇതിനൊന്നും കാര്യമായിട്ടില്ല. അവസാനം ഇവർ ഒരു സ്കാനിങ് ഒക്കെ നടത്തി. തലച്ചോറ് സ്കാൻ ചെയ്തപ്പോൾ തലച്ചോറ് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഡോക്ടർമാർ, പിന്നെ ഒരു ന്യൂറോയുടെ ഒരു പീഡിയാട്രീഷ്യനും ഒരു ന്യൂറോളജിസ്റ്റുമായ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു, അമേരിക്കയിലാണ്. അപ്പോൾ അവർ പറയുകയാണ്, ആ ഡോക്ടർ ഈ പരിശോധന നടത്തിയിട്ട് പറഞ്ഞു, ഈ കൊച്ചിന് ഓട്ടിസം ഹൈപ്പർ രോഗമാണ്, വേറെ രോഗമൊന്നുമല്ല, അതുകൊണ്ട് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, ഇനി എന്ത് ചെയ്യാൻ പറ്റും? പ്രസലോഷ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന കുടുംബങ്ങളാണ് അവർ. പ്രസലോഷ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേദന നിറഞ്ഞ കുടുംബങ്ങൾ, ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്ന കുടുംബങ്ങളാണ്. അപ്പോഴാണ് ഇവർ നമ്മുടെ ശുശ്രൂഷകൾ ഇങ്ങനെ പങ്കെടുത്ത് അവരാരും പറഞ്ഞു, കൃപാഭിഷേക കൺവെൻഷനിൽ പങ്കെടുക്കുക, കുഞ്ഞ് സുഖപ്പെടും. സുഖപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ കുഞ്ഞിനെ കൊണ്ട് വരാൻ പറ്റില്ല, കാരണം കുഞ്ഞ് വയലൻ്റാണ്, കുഞ്ഞ് വളരെ പ്രശ്നം. അതുകൊണ്ട് ഗ്രാൻഡ് പേരൻസിനെ, വല്യപ്പനെയും അമ്മേനെയും അപ്പനെയും അവൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കയ്യിൽ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഇവൻ്റെ ഭാര്യയും കൂടെ അവർ കുറച്ച് ബന്ധുക്കളെല്ലാം കൂടി പ്രാർത്ഥിക്കുക. അവൾ പറയാം, അവരെഴുതിയിരിക്കുന്നുണ്ട്, അച്ഛാ ഞങ്ങൾ ധ്യാനം തുടങ്ങി, പക്ഷെ കണ്ണീര് നിന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾക്കറിയാം ദൈവം എന്നൊരാളുണ്ട്, അവിടത്തേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ലോകം പറയും നടക്കുകയല്ല, ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല, നിന്റെ കുഞ്ഞിങ്ങനെ ആയിപ്പോവും, അവങ്ങനെ എല്ലാം പറയും. പക്ഷേ ദൈവം എന്നൊരാളുണ്ട്, അവൻ ഇടപെട്ടാൽ ഏത് പ്രശ്നവും മാറും. അവൻ ഇടപെട്ടാലേ പ്രശ്നം മാറൂ. പ്രശ്നങ്ങൾ പലപ്പോഴും മാറാത്തത് നമ്മൾ ഇടപെടുന്നുണ്ട്, മനുഷ്യരിടപെടുന്നുണ്ട് പ്രശ്നങ്ങൾ മാറാത്തത്. ദൈവത്തിന് പ്രശ്നത്തിൽ ഇടപെടാൻ സാഹചര്യവും അവസരവും കൊടുക്കാത്തതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. യേശുവേ നന്ദി. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ 3 ദിവസത്തെ താമസമുള്ള ധ്യാനം വരുന്നത്. ധ്യാനത്തിൻ്റെ അവസാനത്തെ ആരാധന നടക്കുന്ന സമയത്ത് അവർ പറയുക, അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അഗസ്റ്റിന് ഒരാളെ കർത്താവ് തൊടുന്നു. അപ്പം ഇത് കേട്ടപ്പോൾ ഇവള് പറഞ്ഞു, ഞാൻ കരഞ്ഞു, വാവിട്ട് കരഞ്ഞു. അതെൻ്റെ കൊച്ചിൻ്റെ പേരാണ്, വീട്ടിലുള്ള ഓട്ടിസം ബാധിച്ച കുഞ്ഞിൻ്റെ പേരാണ് അച്ഛൻ. അവള് എൻ്റെ കുഞ്ഞിനെ ആ കർത്താവ് സുഖപ്പെടുത്തി. വിശ്വസിക്കുക. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ മെസ്സേജുകൾ കേൾക്കുമ്പോൾ ചാടിയെടുത്തോണം ഞങ്ങൾ പറയും. എന്ന് വെച്ചാൽ അതെനിക്കാണെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവനെ കിട്ടും. അതെനിക്കല്ല എന്ന് പറഞ്ഞാൽ കിട്ടിയാലത് അത് തള്ളിക്കളയാൻ പോകുന്നത് അഭിഷേകം പെയ്യുന്ന സമയത്ത്. അത് വിശ്വസിച്ചാലോ കിട്ടും, വിശ്വസിച്ചാലേ പോവുകയും ചെയ്യും. ഈ അമ്മ അങ്ങ് വിശ്വസിച്ചു, അതെൻ്റെ കുഞ്ഞിനാണെന്ന് വിശ്വസിച്ചു. അവർ പറയുകയാണ്, അച്ഛാ ധ്യാനം കഴിഞ്ഞ് ഉടനെ ഞങ്ങൾ പെട്ടെന്ന് വണ്ടിയെടുത്ത് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ടുമുട്ടുന്നത് ഞങ്ങളുടെ കുഞ്ഞ് പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ട് എഴുന്നേറ്റ് ഇരിക്കുന്ന പ്രസലോഷ്, പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ട ഹല്ലേലൂയ. അവൻ നോർമലായിട്ട് പണ്ട് ഞങ്ങളോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ അവൻ സംസാരിച്ചു. കഴിഞ്ഞ നാൾ എറണാകുളത്തുനിന്നൊരു ഫാമിലി 9 ശനിയാഴ്ച കണക്കരെ പ്രാർത്ഥിക്കാൻ വന്നു, വരാൻ വേണ്ടി തീരുമാനമെടുത്തു. 7ാമത്തെ ശനിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് വെച്ച് ഈ കുട്ടി സൗഖ്യപ്പെട്ടു. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി. അപ്പോൾ അവർ 9 വയസ്സുള്ള കുട്ടിയാണ്, 9 വയസ്സുള്ള കൊച്ചാണ്. 9 വയസ്സ് സ്പെഷ്യൽ സ്കൂളിൽ വിട്ടുകൊണ്ടുവന്ന കുഞ്ഞാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ കയ്യിൽ നിന്ന് പോയ കുട്ടിയാണ്. ഒരു മരുന്നില്ല, ഇതാർക്കെന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, അണക്കരങ്ങ് ഈശോ പറഞ്ഞു, 9 ശനിയാഴ്ച ത്യാഗമെടുത്തു വന്ന് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾ, കുമ്പസാരിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, എന്തിനെ കുമ്പസാരിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അങ്ങനെ ജീവിതങ്ങൾ ഈ അത്ഭുതങ്ങൾ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ശ്രീമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വലിയൊരു വാഗ്ദത്തം സംഭവിച്ച എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അവർ പറയാണ്. അപ്പോൾ ഇത് ശരിക്കും ആദ്യം ഈ സംഭവം, ഈ അത്ഭുതം ഉണ്ടായെന്നുള്ള കാര്യം ചേർന്ന് എൻ്റെ സ്നേഹിതനും വിദേശത്തുള്ള വെച്ചാൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ
ആ സംഭവം എനിക്കറിയാം. എനിക്ക് എൻ്റെ സുഹൃത്താണ്. ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ കേട്ടു, ഞാൻ എൻ്റെ വീട്ടുകാരെ പറഞ്ഞു ഇന്നുപോലെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള വലിയ രോഗി ആ കുട്ടി 9 വയസ്സുള്ള കൊച്ച് ഭയങ്കര സീരിയസ് ആയ രോഗമാണ്, ഹൈപ്പറായിട്ട് എല്ലാം ആ കൊച്ചു. അപ്പോൾ ഇത് ശരിയാണോ അറിയാൻ വേണ്ടി ഞാൻ അവരുടെ വീട്ടിൽ വിളിച്ചിട്ട് ആ കുഞ്ഞിനോട് ഞാൻ നേരിട്ട് ഫോണിൽ സംസാരിച്ചു. പ്രസിലോഷ് അപ്പോൾ കുഞ്ഞ് 100% നോർമൽ ആയിരുന്നു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ മക്കളെ പറ ദൈവത്തിന് നമ്മുടെ കർത്താവ് യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. മരിച്ച ലാസർ ഉയർപ്പിച്ചവനാണ് അവൻ. മരിച്ച് അഴുകി അവനെ കൊണ്ടുപോയിട്ട് കല്ലറയിൽ അടക്കി. ലാസറിനെ കല്ലറ അടക്കി. 4 ദിവസങ്ങൾ കഴിഞ്ഞു. ദുർഗന്ധം വയ്ക്കുന്നുണ്ടെന്ന് പറയാ. പുറത്ത് ദുർഗന്ധം വരുന്നുണ്ട്. അതിൻ്റെ കല്ലുകൾ മാറ്റണ്ട എന്നൊക്കെ മറിയോ അർത്ഥം പറയാ. കാരണം പറയാം, വേണ്ട കർത്താവ് വേണ്ട, നടക്കില്ല. പക്ഷേ ലോകത്തിന് നടക്കില്ല. ഒരാൾക്ക് പോലും അതിനെ ഉയർപ്പിക്കാൻ പറ്റില്ല. ഏത് അമേരിക്കൻ പ്രസിഡന്റ് നോക്കിയാലോ, ലോകത്തിൽ എത്ര പ്രഗത്ഭം നോക്കിയാലോ, ഏത് സയൻറ്റിസ്റ്റ് നോക്കിയാലോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലോകത്തിൽ എത്ര കഴിവുള്ളവരോ, നിങ്ങൾ വലിയവരെന്ന് പറഞ്ഞ് ആരൊക്കെയാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്, അവരാര് നോക്കിയാലും നടക്കുകയില്ല. പക്ഷേ ഒരാൾ നോക്കിയാൽ നടക്കും, ഒരാൾ മാത്രം. യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബം രക്ഷപ്പെടാത്തതിൻ്റെ കാരണം ആ യേശുവിലുള്ള ആശ്രയിക്ക് വിശ്വസിക്കാതെ മറ്റുള്ളവരെ വിശ്വസിക്കുന്നു, ലോകത്തെ വിശ്വസിക്കുന്നു, പ്രകൃതിയെ വിശ്വസിക്കുന്നു, കഴിവിനെ വിശ്വസിക്കുന്നു, സ്വന്തം ബുദ്ധിയെ വിശ്വസിക്കുന്നു, മന്ത്രവാദങ്ങളെ വിശ്വസിക്കുന്നു, ജ്യോതിഷങ്ങളെ വിശ്വസിക്കുന്നു, പൈശാചിക മേഖലകളെ വിശ്വസിക്കുന്നു, വിഗ്രഹ ആരാധനകളെ വിശ്വസിക്കുന്നു, പലതിനെയും വിശ്വസിക്കുന്നു. പക്ഷേ അവർക്കൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അവർക്കാർക്കും മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ പറ്റിയല്ല. അവർക്കാർക്കും പറ്റിയല്ല. അത് പറ്റുന്ന കഴിവുള്ള ഒരേ ഒരുവൻ. അവരെല്ലാം ഒരു സാധാരണ മനുഷ്യരാണ്, അവരുടെ സാധാരണക്കാരാണ്, ലോകത്തിൻ്റെ മനുഷ്യന്മാരാണ്, അല്ല വേറെ ആരുമല്ല. അവർ എന്തെല്ലാം കഴിവുകളോ സൂപ്പർമാനോ ആകാം, പക്ഷെ അവരാരും ദൈവങ്ങളല്ല. മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ, മരിച്ചഴുകിയവനെ പേര് ചൊല്ലി വിളിച്ചെഴുന്നേൽപ്പിക്കാൻ അതൊരേ ഒരുവനെ പറ്റുള്ളൂ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഭാവിയുടെ നാമത്തിൽ ശ്വാസിക്കുന്നു. ബന്ധനങ്ങളെ വിശ്വനാമത്തിൽ വിട്ടുമാറുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഭാവിയുടെ നാമത്തിൽ ശ്വാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ വിശ്വനാമത്തിൽ വിട്ടുമാറുക. നിറയണമേ ജീവിതം മുഴുവനും കർത്താവിന് കൊടുക്കട്ടെ. കൊടുത്തേ സമർപ്പിച്ച് യേശുവിന്റെ മുമ്പിൽ എല്ലാം ഈശോയെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. യേശുവേ വിളിക്കട്ടെ, ഉച്ചത്തെ വിളിക്കട്ടെ.
നിയോഗങ്ങൾ സമർപ്പിച്ച് എല്ലാ 7 നിയോഗങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് 7 ആവശ്യങ്ങൾ സമർപ്പിച്ച് 7 ആവശ്യങ്ങൾ സമർപ്പിച്ച് കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കുന്ന മക്കൾ, ഈശോ ഇന്ന് ജീവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന മക്കൾ, ഈ പരിശുദ്ധ കുർബാന ഈശോ ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്ന മക്കൾ എല്ലാം കൈകൾ ഉയർത്തിപ്പിടിച്ച് ഒറ്റ വിളി ഈശോ വീണ്ടും വിളിക്കട്ടെ ഈശോ.